ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കനിലെ നല്ല ചെറിയ എല്ല് കളഞ്ഞ നല്ല പീസുകൾ ചെറിയതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ആ ചിക്കനിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി, ക്രഷ് ചെയ്ത വത്തൽ മുളക്, ഗരം മസാല, ലെമൺ ജ്യൂസ്, ഓയിൽ, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, ഇത്രയുമാണ്. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം 20 മിനിറ്റിനോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാം. ചിക്കൻ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാം, ഫ്രൈ ആക്കി എടുത്ത ചിക്കനെ. പിന്നീട് നമുക്ക് ഷവർമ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, സവാള, ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത്, മയോണൈസ്, കുബൂസ് ഇത് വീട്ടിൽ തയ്യാറാക്കിയ കുബൂസ് തന്നെയാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ബൗൾ എടുക്കുക. ഇതേപോലെ കുറച്ച് വലിപ്പമുള്ള ബൗൾ എടുക്കണം കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആ ബൗളിലോട്ട് ആഡ് ചെയ്യുക. ക്യാബേജ് വേണമെങ്കിലും ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ക്യാബേജ് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ 3 വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ: ടൊമാറ്റോ, ക്യാരറ്റ്, ഒനിയൻ. പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക ആ ബൗളിലോട്ട്. പിന്നീട് മയോണൈസ് ആഡ് ചെയ്യുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണേ. പിന്നീട് നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. നമ്മുടെ മയോണൈസ് എല്ലാ സ്ഥലങ്ങളിലും സ്പ്രെഡ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുബൂസാണ് ഇത്. ഇത് വീട്ടിൽ തയ്യാറാക്കിയ കുബൂസാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുബൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാച്ച് ചെയ്യാവുന്നതാണേ. പിന്നീട് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിലോട്ട് ഒരു വൈറ്റ് പേപ്പർ ആഡ് ചെയ്യണേ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നോർമൽ വൈറ്റ് കളർ പേപ്പറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ആ വൈറ്റ് പേപ്പറിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുബൂസ് ഇതേപോലെ ഒന്ന് വെക്കണേ. വെച്ചതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഒനിയൻ, ക്യാരറ്റ്, ചിക്കൻ ഇതിൻ്റെ എല്ലാം മിക്സ് ആ കുബൂസിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുക.
ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ വൈറ്റ് പേപ്പർ എടുത്താലും മതി കേട്ടോ. ഇതേപോലെ തന്നെ കുബൂസ് ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ടൊമാറ്റോയുടെ കെച്ചപ്പ് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കെച്ചപ്പ് ഒന്ന് കുബൂസിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. പിന്നീട് മയോണൈസ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ കുബൂസിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മിക്സ് ആ കുബൂസിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുക. ടൊമാറ്റോ, ക്യാരറ്റ്, ഒനിയൻ, ചിക്കൻ ഈ മിക്സ് ആ കുബൂസിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആ മിക്സ് ഒന്ന് ഒതുക്കി കൊടുക്കണേ. പിന്നീട് കുബൂസിൻ്റെ രണ്ട് സൈഡും ഏകദേശം ഇതേപോലെ ഒന്ന് പതുക്കെ ചുരുട്ടി റോള് ചെയ്ത് കൊടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് റോൾ ചെയ്യണേ. ഇതേപോലെ തന്നെ റോൾ ചെയ്യണം. പിന്നീട് ആ വൈറ്റ് പേപ്പർ കുബൂസ് കുറച്ച് മുകളിലോട്ട് തള്ളി വെച്ചതിന് ശേഷം വേണം ആ വൈറ്റ് പേപ്പർ ഒന്ന് റോൾ ചെയ്ത് ടൈറ്റ് ചെയ്യാനായിട്ട്. ഏകദേശം ഇതേപോലെ കുറച്ച് മുകളിലോട്ട് പേപ്പറിന് മുകളിലോട്ട് നമ്മുടെ കുബൂസ് ഒന്ന് മുകളിലോട്ട് ആക്കി ഇതേപോലെ ആക്കിയതിന് ശേഷം വേണം പേപ്പർ ഒന്ന് ടൈറ്റ് ചെയ്യാൻ. ഏകദേശം ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന അടിപൊളി ടേസ്റ്റോടെ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയുടെ റെസിപ്പിയാണിത്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം, അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമയാണിത്. കടകളിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിനും ഭേദം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്. അപ്പോൾ തീർച്ചയായും ഈ ലോക്ക്ഡൗൺ ദിനത്തിലും റമദാൻ ദിനത്തിലും ഇത് തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ട് കമൻറ്റ് ബോക്സ് കൊടുക്കേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.